ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ബാലൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ ബാലൻ. നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയിലോട്ട് പോവുകയാണ്. പടം ഇപ്പോഴും പല തിയേറ്ററുകളിലായിട്ട് റണ്ണിങ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാതെ തിയേറ്ററുകളിൽ. എന്തായാലും നിലവിലെ സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് തന്നെയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തിലും സിനിമയ്ക്ക് ഓവർസീസിലും. കേരളത്തിലെ സിനിമയ്ക്ക് 12ാം ദിവസം കൊണ്ട് ടോട്ടൽ 14,88,00,000 15 കോടിയിലോട്ട് പോവുകയാണ് സിനിമ എന്തായാലും ഈ ആഴ്ച അവസാനിക്കുമ്പോൾ. കർണാടക ബോക്സ് ഓഫീസ് 2.19 കോടിയാണ്, 2,19,00,000. തമിഴ്നാട് 95,00,000 കാണാൻ സാധിക്കുന്നത്. തെലുങ്കിലെ സിനിമയ്ക്ക് 23.90 പിന്നെ പടത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റ് ഭാഗങ്ങളിലായിട്ട് 32,00,000. പടം ടോട്ടൽ ഡൊമസ്റ്റിക് മാത്രം ഇന്ത്യൻ ഗ്രോസ് 18,58,00,000. ഇനി സിനിമയുടെ ഓവർസീസ് അല്ലെങ്കിൽ വിദേശത്തെ ബോക്സ് ഓഫീസ് തന്നെയാണ്. വിദേശത്തെ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് 11,71,00,000 കാണാൻ സാധിക്കുന്നത്. എത്രയാണ് 11,71,00,000? ഇനി പടത്തിൻ്റെ വിദേശ കണക്കല്ല, വേൾഡ് വൈഡ് ടോട്ടൽ സിനിമയ്ക്ക് 12 ദിവസം കൊണ്ടാണ് 30 കോടിയുടെ മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സിനിമയ്ക്ക് 30,29,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് മലയാളം പകർപ്പ് തന്നെയാണ് 18,12,00,000 ലോകം മൊത്തം കാണാൻ സാധിക്കുന്നത്. ഡൊമസ്റ്റിക് മാത്രം കാണാൻ സാധിക്കുന്ന കൂടുതൽ കളക്ഷൻ. പിന്നെ തമിഴ് പകർപ്പൊക്കെ 24.40,00,000, തെലുങ്ക് 18.80, ഹിന്ദി 2.30, കന്നഡ 1.10. ഈ പടത്തിൻ്റെ ഷെയർ കളക്ഷൻ പരിശോധിക്കും വേൾഡ് വൈഡും കേരളത്തിലും. പിന്നെ ചിത്രത്തിൻ്റെ റിക്കവറി കേരളത്തിലെ ഷെയർ മാത്രം നിലവിൽ 6,71,00,000 കാണുന്നത്. ഇനി വേൾഡ് വൈഡ് ഷെയർ 13,86,00,000. ഓൾമോസ്റ്റ് 77% സിനിമയ്ക്ക് റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ബഡ്ജറ്റൊക്കെ 18 കോടിയാണ്. എന്തായാലും സിനിമേൻ്റെ 77% ബഡ്ജറ്റ് സിനിമയുടെ ടീം റിക്കവർ ചെയ്തിട്ടുണ്ട് സിനിമയുടെ കളക്ഷനിലൂടെ മാത്രമായിട്ട്. എന്തായാലും നമ്മുടെ ചിദംബരമാണ് സിനിമേൻ്റെ സംവിധായകൻ. പിന്നെ തിരക്കഥാകൃത്ത് ചിത്തു മാധവൻ, ടൊവിനോ തോമസ് ഒക്കെയാണ് സിനിമയിലെ കേമിയോ റോളല്ല ഒരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സുഷിനാണ് മ്യൂസിക്കൊക്കെ. എന്തായാലും ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ പലർക്കും സമ്മാനിച്ചത്. എന്തായാലും അഭിപ്രായങ്ങൾ ഇൻബോക്സ് ചെയ്യപ്പെടുക. സിനിമ കണ്ടവർ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായിട്ടും സിനിമ അപ്ഡേറ്റുകൾക്കായിട്ടും ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആയിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.